എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ടോവിനോ തോമസിന്റെയും ആസിഫ് അലിയുടെയും കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ അജയന്റെ രണ്ടാം മോഷണവും അതുപോലെ തന്നെ കിഷ്കിന്ധാകാണ്ഡവും. ഓണനാളുകളിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഈ രണ്ട് സിനിമകളുടെ 13 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ 13 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കേരള കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസ് നായകനെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ്. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി. ടോവിനോ തോമസിന്റെ 50ാമത്തെ സിനിമ കൂടിയായ ഈ 3D സിനിമ ഈ അടുത്തിറങ്ങിയ മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ് ARM. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ARM എന്ന സിനിമ നിലവിൽ ഇന്നലെ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 13 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,20,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 13 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 42,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 13 ദിവസമായി ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3,3,50,00,000 റേഞ്ചിലാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ 12 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 72 കോടി രൂപ ഗ്രോസ് നേടിയ സിനിമ ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം 13 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 75 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം എത്രയും വേഗം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്കും എത്തപ്പെടട്ടെ. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് ഓണം പ്രമാണിച്ച് റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധാകാണ്ഡം. ഓണത്തിന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് കിഷ്കിന്ധാകാണ്ഡം. ഇന്നലെ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ 13 ദിവസമായി ഇന്നലെ ചിത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 13 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 28 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 12 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 13 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 53 കോടി 54 കോടി റേഞ്ചിലേക്കാണ് എത്തപ്പെടാൻ പോകുന്നത്. ഓണം അവധികളെല്ലാം കഴിഞ്ഞിട്ടും ഈ വർക്കിംഗ് ഡേയ്സിലെല്ലാം തന്നെ ചിത്രത്തിന് മികച്ച ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ്. കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമ ഈ ആഴ്ചയോട് കൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 30 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.